ബാങ്ക് ഓഫ് ഇന്ത്യ. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യൻ പൗരന്മാരായ ആരായാലും, അതായത് ഇപ്പൊ നോൺ റെസിഡന്റ് ആയാലും റെസിഡന്റ് ആയാലും അവർക്ക് ഡയറക്റ്റ് ആയിട്ട് RBIയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ത്രൂവോ നിങ്ങൾക്ക് അതായത് RBI റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം വഴി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു RBI റീറ്റെയിൽ ഗിൽറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. അതായത് ഈ ഒരു സൈറ്റിലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. നേരിട്ട് തന്നെ നിങ്ങളുടെ പാൻ കാർഡും നിങ്ങളുടെ ആധാറും വെച്ച് ഒരു ഫോൺ നമ്പറും മെയിൽ ID വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരു സേവിങ്സ് അക്കൗണ്ടും വേണം. ഓക്കെ, ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് നിങ്ങളുടെ ലോണിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ലിക്വിഡിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ വിൽക്കാനും മേടിക്കാനും എല്ലാം പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം തൊട്ട് 40 വർഷം വരെ ഉണ്ട്. നിങ്ങൾക്ക് 10,000 രൂപ തൊട്ട് 2 കോടി വരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഇൻട്രസ്റ്റ് തീരുമാനിക്കപ്പെടുന്നത് ബിഡ്, അതായത് ലേലം ചെയ്തിട്ടാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും ഒരു